സ്വാമിയെ ശരണമയ്യപ്പ. വൃശ്ചിക മാസം ശബരിമലയിൽ ശരണവിളി ഘോഷങ്ങളാൽ മുഖരിതമാകുന്ന സമയം. ഏതൊരു ഭക്തനും മാലയിട്ട് 18 പടി ചവിട്ടി അയ്യനെ കാണുവാനുള്ള ആഗ്രഹത്താൽ കഠിനമായ വ്രതമെടുത്ത് മനസ്സും ശരീരവും അയ്യൻ്റെ തിരുസന്നിധിയിൽ അർപ്പിക്കുന്ന മണ്ഡലകാലം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ശബരിമല ദർശനത്തിന് നമ്മൾ ഏതെല്ലാം വഴിയിലൂടെ നമുക്ക് എത്തിച്ചേരാം, ശബരിമല ദർശന സൗകര്യങ്ങൾ, അഭിഷേക സൗകര്യങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി നമുക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നാണ് നോക്കുന്നത്. ശബരിമലയുടെ പാരമ്പര്യ പാതയിലൂടെ നമുക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കാം. എരുമേലി എത്തി അവിടെ നിന്നും കോയിക്കൽക്കാവ് ചെക്ക് പോസ്റ്റിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഇത് വനംവകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്മൾ നമ്മുടെ പേരും വിവരങ്ങളും കൊടുത്ത ശേഷമാണ് നമ്മൾ കാനനപാതയിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ നിന്നും വനം തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്നും കാനനയാത്ര ആരംഭിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് കാളകെട്ടിയിലാണ്. അപ്പോൾ 2 മണിക്ക് ശേഷം ഇതുവഴിയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. നല്ല ഘോര വനമായതിനാൽ ഒരു ഇടത്താവളത്തിൽ എത്തുവാനുള്ള സമയമാണ് നോക്കുന്നത്. അപ്പോൾ 2 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചാൽ രാത്രിക്ക് മുമ്പേ നമുക്ക് ഇടത്താവളത്തിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. അതിനാൽ നമുക്ക് ഇവിടെ നിന്നും പ്രവേശനം 2 മണിക്ക് ശേഷം ഇവർ നിരോധിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എത്തിച്ചേരുന്നത് കാളകെട്ടിയാണ്. കാളകെട്ടിയിൽ നിന്ന് അഴുത, മുക്കുഴി, പുതുശ്ശേരി, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം, പാണ്ടിത്താവളം, പമ്പ എന്നിങ്ങനെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഈ ഒരു വഴി എന്ന് പറയുമ്പം അതികഠിനമായിട്ടുള്ള കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം നിറഞ്ഞതാണ്. അതുമാത്രമല്ല വന്യമൃഗങ്ങൾ നിറയെയുള്ള വഴിയാണ്. അതിനാൽ നമ്മൾ വനംവകുപ്പിൻ്റെയും ദേവസ്വം ജീവനക്കാരുടെയും നിർദ്ദേശങ്ങൾ ശരിയായ രീതിയിൽ പാലിച്ചുകൊണ്ട് വേണം ഇതിലെ യാത്ര ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ വനത്തിൽ കയറുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ പാലിച്ചുകൊണ്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത്. അടുത്ത പാത വരുന്നത് പുൽമേട് വഴിയാണ്. സത്രത്തിൽ നിന്നും സന്നിധാനം വരെ 12 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തരുന്ന മറ്റൊരു സ്ഥലമാണ് സത്രം മുതൽ പുൽമേട് വരെയുള്ളത്. പാരമ്പര്യ കാനനപാത പോലെ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു 12 കിലോമീറ്റർ നമ്മൾ സന്നിധാനത്തിലേക്ക് എത്തിച്ചേരുവാൻ യാത്ര ചെയ്യണം. ഇതിൽ മിക്കവാറും പുല്ലുകൾ മാത്രമുള്ള കുറേ മലകളാണ് നമ്മൾ കൂടുതലായിട്ട് താണ്ടി പോകേണ്ടത്. എന്നാൽ നമ്മൾ കാനനപാതയിൽ, പാരമ്പര്യമായിട്ടുള്ള കാനനപാതയിൽ ഘോര വനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ 2 സ്ഥലങ്ങളിലും ഒരേപോലെ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. അപ്പോൾ അതിൻ്റെതായ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട്. അടുത്തായിട്ട് നമ്മൾ മറ്റു വാഹനങ്ങളിലും ബസ്സുകളിലെല്ലാം എത്തിച്ചേരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ശബരിമലയ്ക്ക് എത്തിച്ചേരുന്ന വഴിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കോട്ടയം അല്ലെങ്കിൽ ചെങ്ങന്നൂർ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ അതാണ്. അപ്പം നമ്മൾ അവിടെ നിന്നും എരുമേലി എത്തിച്ചേർന്ന് എരുമേലിയിൽ നിന്ന് നമ്മൾ നിലയ്ക്കലെത്തുന്നു. നിലയ്ക്കൽ നിന്ന് നമ്മൾ പമ്പയിലേക്ക് എത്തുന്നു. പമ്പയിൽ നിന്നും നമ്മൾ സന്നിധാനത്തിലേക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് ഇതുവഴിയാണ്. കോട്ടയം, ചെങ്ങന്നൂർ, എരുമേലി എന്നിവിടങ്ങളിലെല്ലാം നമുക്ക് ഓരോ 10 മിനിറ്റിലും KSRTC ബസ് ലഭിക്കും. അപ്പം പമ്പയിലേക്കും നിലയ്ക്കലേക്കും നമുക്ക് നേരിട്ട് ബസ് ഇവിടെ നിന്നും ലഭ്യമാണ്. അടുത്തായിട്ട് നിലയ്ക്കൽ നിന്നും എങ്ങനെ നമുക്ക് ശബരിമല എത്തിച്ചേരാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നിലയ്ക്കൽ നിന്ന് നമുക്ക് പമ്പയ്ക്ക് KSRTCയുടെ സർവീസ് ഉണ്ട്. 24 മണിക്കൂർ ഈ ഒരു സർവീസ് ലഭ്യമാണ്. അപ്പം നമ്മൾ സ്വന്തം വാഹനങ്ങളിലാണ് വരുന്നതെങ്കിൽ നിലയ്ക്കൽ വരെയാണ് നമുക്ക് വാഹനങ്ങൾക്ക് പെർമിഷൻ നൽകുന്നുള്ളൂ. നിലയ്ക്കലാണ് നമുക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ പാർക്കിങ്ങിന് ചെറിയൊരു ചാർജ് നമ്മൾ നൽകേണ്ടതുണ്ട്. ബസ്സിന് 100 രൂപയും അതുപോലെ മിനി ബസ്സിന് 70 രൂപയും കാറ്, ജീപ്പ് എന്നിവയ്ക്കെല്ലാം 30 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഒരു വലിയൊരു ഏരിയയിൽ പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പം നിലയ്ക്കൽ നിന്ന് പമ്പയ്ക്ക് KSRTCയുടെ സർവീസ് 24 മണിക്കൂറുണ്ട്. അപ്പോൾ സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് പമ്പയിൽ ഇറങ്ങിയ ശേഷം വാഹനം പാർക്ക് ചെയ്യാനായിട്ട് നിലയ്ക്കലെത്തണം. തിരിച്ചു വരുമ്പോൾ നമുക്ക് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് KSRTC ബസ്സിൽ വരാം. അപ്പം നമുക്ക് പമ്പയിൽ തന്നെ ഇത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് ഓരോ 5 മിനിറ്റിലും നമുക്ക് ബസ് ഉള്ളതിനാൽ വലിയ തിരക്കൊന്നും സീസൺ സമയങ്ങളിലും അനുഭവപ്പെടാറില്ല. 50 രൂപയാണ് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്കുള്ള ചാർജ് വരുന്നത് ഓർഡിനറി ബസ്സിന്. അപ്പം ഈ കാണുന്ന സ്ഥലത്താണ് ബസ്സുകൾ ആളുകളെ ഇറക്കിവിടുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ കാണുന്നതാണ് പമ്പ. കന്നിസ്വാമിമാരാണെങ്കിൽ നമ്മൾ എരുമേലി ഇറങ്ങി വാവരസ്വാമിയെ വണങ്ങി പേട്ടതുള്ളിയാണ് നമ്മൾ ദർശനം നടത്തേണ്ടത്. നമുക്ക് കോട്ടയത്ത് നിന്നും ബസ്സിലാണെങ്കിലും ഇനി സ്വന്തം വാഹനത്തിലാണെങ്കിലും എരുമേലി വാഹനം പാർക്ക് ചെയ്യാനും
മറ്റുമുള്ള വലിയ സൗകര്യങ്ങൾ തന്നെ അവിടെ നമുക്ക് ലഭ്യമാണ്. അതുമാത്രമല്ല നമ്മൾ ബസ്സിൽ വരുവാണെങ്കിൽ നമുക്ക് KSRTCയുടെ ബസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നമുക്ക് ബസ് ഇറങ്ങിയിട്ട് നമുക്ക് പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ബാബരിസ്വാമിയെ വണങ്ങി നമുക്ക് പേട്ട തുള്ളിയാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകേണ്ടത്. അപ്പം പേട്ട തുള്ളുവാൻ നമ്മൾ ആഘോഷപൂർവ്വമായിട്ടാണ് പേട്ട തുള്ളേണ്ടത്. അപ്പോൾ അതിന് വേണ്ട വസ്തുക്കളെല്ലാം നമുക്ക് അവിടെ ലഭ്യമാണ്. അതുപോലെ നമ്മൾ തകില്, കുഴല് എന്നിവയെല്ലാം നമുക്ക് അവിടെ നിശ്ചിത സംഖ്യ കൊടുത്താൽ അതിൻ്റെ ആളുകളെല്ലാം നമുക്ക് അവിടെ കിട്ടും. ദേവസ്വം നിശ്ചയിച്ചൊരു നിശ്ചിത സംഖ്യയുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആളുകളെല്ലാം നമുക്ക് അവിടെ കിട്ടും. അപ്പം നമ്മൾ ബസ്സിലായാലും സ്വന്തം വാഹനത്തിലായാലും എല്ലാവരും പമ്പയിൽ ഇറങ്ങി പമ്പയിൽ നിന്ന് പമ്പാ സ്നാനം കഴിഞ്ഞ് നമ്മൾ സ്വാമിയെ ദർശിക്കാൻ പോകുന്നത്. അപ്പം പമ്പാ നദിയിൽ ഭക്തർക്കുള്ള പ്രത്യേകം കുളിക്കുവാനുള്ള സ്ഥലങ്ങളെല്ലാം കാണാം. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ഇറങ്ങി കുളിക്കേണ്ടതാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ജലനിരപ്പ് ഉയരുന്നതാണ്. അതിനാൽ അപകട സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ നമ്മൾ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വേണം നമ്മുടെ പമ്പാ സ്നാനം കഴിക്കാനായിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ പമ്പയിൽ ബലിതർപ്പണം നടത്തിയ ശേഷമാണ് നമ്മൾ സന്നിധാനത്തേക്ക് യാത്ര തിരിക്കേണ്ടത്. പമ്പയിൽ ബലിതർപ്പണം നടത്തുവാനായിട്ട് ഉള്ള സൗകര്യം പമ്പാ നദിയുടെ തീരത്ത് നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം പമ്പയിൽ കൗണ്ടറുണ്ട്. അവിടെ നിന്ന് നമുക്ക് ബുക്ക് ചെയ്തിട്ട് ദർശനം സുഖമായിട്ട് നടത്താം. സന്നിധാനത്തിന് സമീപത്ത് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വെർച്വൽ ക്യൂ. ഇതിനായിട്ട് നമ്മൾ ആധാർ കാർഡോ മറ്റ് ID കാർഡുകളോ ആണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത്. അപ്പോൾ നമ്മൾ പമ്പയിൽ നമുക്ക് ഭക്ഷണശാലകളും അയ്യപ്പ സേവാ സമിതിയുടെ അന്നദാന കൗണ്ടറും നമുക്ക് ലഭ്യമാണ്. അതുപോലെ വിധി വയ്ക്കാനുള്ള സൗകര്യവും പമ്പയിൽ ലഭ്യമാണ്. പമ്പയിൽ ക്ലോക്ക് റൂം സൗകര്യവും ലഭ്യമാണ്. ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ നമുക്ക് ക്ലോക്ക് റൂം ലഭിക്കും. അതുപോലെ നമുക്ക് സിംഗിൾ റൂമുകളും വിധി വയ്ക്കാനുള്ള സൗകര്യവും ഒരു നിശ്ചിത തുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും ലഭ്യമാണ്. സന്നിധാനത്തേക്ക് പോണ വഴിയിലെല്ലാം നമുക്ക് വൈദ്യസഹായവും ലഭ്യമാണ്. നമ്മൾ ശബരിമല ദർശനത്തിന് 18-ാം പടി വഴിയാണ് സ്വാമിയെ ദർശിക്കുന്നതിനായിട്ട് പോകുന്നത്. ശബരിമലയിൽ 18-ാം പടിയും ഇരുമുടിയും എല്ലാം തുല്യ പ്രാധാന്യമുള്ളതാണ്. ഇരുമുടിയുള്ള ഭക്തർക്ക് മാത്രമാണ് 18-ാം പടി വഴി പ്രവേശനം സാധ്യമാവൂ. അപ്പം ഇരുമുടി ഇല്ലാത്തവർക്ക് ഒരു പ്രത്യേക വഴിയുണ്ട് ദർശനത്തിനായിട്ട്. അതുവഴി നമുക്ക് ശബരിമലയിൽ ദർശനം നടത്താൻ പറ്റും. ശബരിമലയിലെ പ്രസാദം പൂവും അരവണയുമാണ്. അപ്പ അരവണം കൗണ്ടറുകൾ നമുക്ക് സന്നിധാനത്തും അതുപോലെ തന്നെ മാളികപ്പുറത്തും നമുക്ക് കാണാം. അപ്പം അരവണ കൗണ്ടർ നമുക്ക് മാളികപ്പുറത്ത് ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ നമുക്കിത് ബുക്ക് ചെയ്യാം. അതിനായിട്ട് പ്രത്യേക കൗണ്ടർ കാണാം. നമുക്ക് ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിലുമായിട്ട് നമ്മൾ ആ കൗണ്ടറിൽ സമീപിച്ചാൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് പ്രസാദം ലഭിക്കും. ശബരിമലയിലെ സന്ദർശനം ഏതെല്ലാം സമയങ്ങളിൽ നടത്താമെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മണ്ഡല മകരവിളക്ക് കാലത്താണ് പ്രധാന സന്ദർശന സമയം. അപ്പം രാവിലെ 3 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ദർശന സമയം വരുന്നത്. വിഷുവിളക്ക് എന്ന സന്ദർശന സമയമുണ്ട്. അതുപോലെ എല്ലാ മലയാള മാസവും ആദ്യത്തെ 5 ദിവസം നട തുറന്നിരിക്കും. ഇത്തരം സമയങ്ങളിൽ നമുക്ക് മണ്ഡലകാലത്ത് ഇതുപോലുള്ള തിരക്കുകൾ ഉണ്ടാവില്ല. അധികം തിരക്കില്ലാത്തൊരു സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തർ സന്ദർശിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മണ്ഡല മകരവിളക്ക് കാലമാണ്. ശബരിമല അയ്യപ്പൻ അഭിഷേക പ്രിയനാണ്. അതിനാൽ നെയ്യഭിഷേകം ശബരിമലയിലെ ഒരു പ്രധാന വഴിപാടാണ്. അതിനായിട്ട് ഭക്തർ നെയ്യ് കൊണ്ടുവരും. രാവിലെ 3:30 മുതൽ 7:30 വരെയും അതുപോലെ 8:30 മുതൽ 11 മണി വരെയും നെയ്യഭിഷേക സൗകര്യം ലഭ്യമാണ്. അപ്പം നമ്മൾ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.